സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശാ വർക്കർമാർ നടത്തിവരുന്ന സമരം ഇന്ന് 60ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം തീർക്കാൻ സമരക്കാരും വിചാരിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ ആശാ വർക്കർമാർക്ക് വിയോജിപ്പുണ്ട്. മറ്റന്നാൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ അണിനിരത്തി പൗരസാഗരം സംഘടിപ്പിക്കാനാണ് തീരുമാനം. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ കഴിഞ്ഞ 60 ദിവസം 2 മാസമായി രാവും പകലുമില്ലാതെ ഈ സ്ത്രീകൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ ചില പിടിവാശികൾ സർക്കാരും എന്തായാലും ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണല്ലോ. ഇനി ഈ 2 മാസം പിന്നിടുമ്പോൾ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ ആലോചിക്കുന്നത്? സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആശമാരുടെ തീരുമാനം. പക്ഷെ അവർക്കും ഈ സമരം അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ ചർച്ചകളിലൊക്കെ അവർ സഹകരിക്കുന്നത്. പക്ഷേ സർക്കാർ തുടക്കം മുതൽ നിലപാടിലാണ് ഈ സമരം അവസാനിപ്പിക്കാൻ ഉള്ള താല്പര്യം, ആഗ്രഹം ഈ ആശമാർക്കില്ല. അതുകൊണ്ടാണ് അവർ ഈ കടുംപിടുത്തം തുടരുന്നത്. സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഓണറേറിയം വർധന അടക്കമുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ചെയ്യാമെന്ന് മുഖ്യമന്ത്രി മുതൽ തൊഴിൽ മന്ത്രിയും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ കൃത്യമായൊരു 2000 രൂപയെങ്കിലും അല്ലെങ്കിൽ 3000 രൂപയെങ്കിലും കൂട്ടി നൽകിയ ശേഷം പിന്നീട് കമ്മിറ്റി വെച്ച് പഠിക്കാം. അതാണ് ആശമാരുടെ നിലപാട്. അതിനു പകരം ആദ്യം ഒരു സമിതിയെ നിയോഗിച്ച് ഇതിന്റെ കാര്യങ്ങൾ പഠിക്കാൻ നിയോഗിക്കും. അതിനുശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ഓണറേറിയം വർദ്ധിപ്പിക്കും. ഇതാണ് സർക്കാർ നിലപാട്. 2 കാര്യങ്ങളും പരസ്പരം ചേരുന്നില്ല. 2 വഴിയിലേക്ക് തന്നെയാണ് ഇപ്പോഴും രണ്ടുപേരും നിലപാടുകൾ പോകുന്നതാണ് സമരം ഇങ്ങനെ നീണ്ടുപോകാൻ കാരണം. മുഖ്യമന്ത്രി പറഞ്ഞതും സർക്കാർ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ്. സമരം തീർക്കാൻ അവർക്ക് താല്പര്യമില്ല. അതിന് രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. ഈ സമരക്കാർ എത്ര ശതമാനം എന്നുള്ളത് 1% മാത്രമേ ഇപ്പോൾ സമരത്തിലുള്ളെങ്കിൽ പോലും അവരോടും അനുഭാവപൂർവ്വ നിലപാട് സർക്കാർ സ്വീകരിക്കും. പക്ഷേ സമരം തീർക്കാനുള്ള മുൻകൈ അവർ കൂടി എടുക്കണം. അതായത് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒത്തുതീർപ്പ് ഫോർമുലകൾ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കും. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ അംഗീകാരം നൽകും, അനുമതി നൽകും, അല്ലെങ്കിൽ തീരുമാനം അറിയിക്കും. അതിനുശേഷം ഒരു വിദഗ്ധ സമിതി നിയോഗിക്കും. അവർ സപ്പോർട്ട് ആശമാരുടെ മാത്രമാകില്ല, ഇത്തരത്തിൽ ഈ ഓണറേറിയം വാങ്ങി ജോലി ചെയ്യുന്ന മറ്റ് സന്നദ്ധ സേവനം എന്ന രീതിയിൽ സർക്കാരിനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് ജീവനക്കാരുമുണ്ട്. സ്കീം വർക്കേഴ്സ്, പൊതുവിൽ അവരെ എല്ലാവരെയും ചേർത്തുകൊണ്ടൊരു ഓണറേറിയം പാക്കേജ് ആകും സർക്കാർ ആലോചിക്കുക. അത് എങ്ങനെ നടപ്പാക്കുമെന്ന് ആലോചിക്കും. അതിനുശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഈ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യും. അതാണ് സർക്കാരിന് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. അതുതന്നെയാണ് ഈ സമരം ഇങ്ങനെ അനിശ്ചിതമായി പോകാനും കാരണം. ശരി, സർക്കാരും പിടിവാശി തുടരുമ്പോൾ ഈ സമരം ഇനി എവിടെ എങ്ങനെ കൊണ്ടെത്തിക്കുമെന്നത് കൂടി അറിയേണ്ടതാണ്.